എന്തുകൊണ്ടാണ് നമ്മുടെ ക്യാമ്പസുകൾ ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ, അറ്റാക്ക്, ജാതി അധിക്ഷേപങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഒരു നിയമനിർമ്മാണത്തിന്റെ കുറവ് കൊണ്ട് മാത്രമാണോ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരവർഗം ഇത്തരം സംഭവങ്ങൾ വരുന്നു, അതിലെ പ്രതികളോട് അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന, അവരെ സംരക്ഷിക്കുന്ന തരത്തിലേക്കുള്ള നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ടുകൂടിയാണോ? ഇതിൽ ഒന്ന്, നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ ദലിത് വിദ്യാർത്ഥികളോടും അതുപോലെ തന്നെ മുസ്ലിം വിദ്യാർത്ഥികളോടൊക്കെ നിലനിൽക്കുന്ന അട്രോസിറ്റീസുകളെ മറികടക്കുന്ന നിയമനിർമ്മാണത്തിൻ്റെ അഭാവം അതിലുണ്ടോ എന്നുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, നമ്മൾ ഈ ആശ്ചര്യത്തോടു കൂടി കേരളത്തിൻ്റെ ക്യാമ്പസുകൾ, ഇന്ത്യയുടെ ക്യാമ്പസുകൾ, വിദ്യാർത്ഥികൾ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നു, ഭീകരമായി അപരവൽക്കരിക്കപ്പെടുന്നു, വേട്ടയാടുന്നു എന്ന് സങ്കടപ്പെടുന്ന നമ്മൾ നമ്മുടെ സംസ്ഥാനത്ത് എന്ത് സംഭവിക്കുന്നു എന്നുകൂടി അന്വേഷിക്കണമല്ലോ. നെടുമങ്ങാട്ട് പിന്തു എന്ന് പറയുന്ന ഒരു സ്ത്രീയെ, ഒരു വീട്ടിൽ ജോലിക്ക് പോയൊരു സ്ത്രീയെ അവരുടെ വീടിനകത്തൊരു സ്വർണ്ണമാല കാണാതായപ്പോൾ സംശയിച്ച ഒരു നാടിൻ്റെ പേരാണ് കേരളം. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഭാര്യയുടെ പ്രസവത്തിന് വന്ന ഒരു ആദിവാസിയായിട്ടുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ആദിവാസിയായ ആ ചെറുപ്പക്കാരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഭാര്യയുടെ പ്രസവത്തിന് വന്നപ്പോൾ ആശുപത്രിയുടെ വരാന്തയിൽ നിന്ന് ഒരു മൊബൈൽ ചാർജർ കാണാതാകുമ്പോൾ വംശീയ കണ്ണോടുകൂടി അദ്ദേഹത്തെ വേട്ടയാടി കൊന്ന ഒരു നാട് കൂടിയാണ് കേരളം എന്ന് പറയുന്നത്. മധുവിനെ അടിച്ചു കൊന്നവരുടെ നാടാണ് കേരളം. ആ കേരളത്തിൻ്റെ തനിപ്പകർപ്പാണ് കേരളത്തിൻ്റെ ക്യാമ്പസുകൾ പ്രകടിപ്പിക്കുന്നത് എന്നതാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ഒന്നാമതായിട്ട് മനസ്സിലാക്കുന്നത്. നിങ്ങൾ സമീപകാല കേരളത്തെപ്പറ്റി ഒന്ന് അടുത്ത് പരിശോധിച്ച് നോക്ക്. എത്രയെത്ര ജാതി പീഡനങ്ങൾ, എത്രയെത്ര ജാതിക്കൊലകൾ, എത്രയെത്ര മനുഷ്യരെ വേട്ടയാടുന്നു, എത്രയെത്ര മനുഷ്യരെ തല്ലിക്കൊല്ലുന്നു. അവരെ വേട്ടയാടിയിട്ട് അവർക്ക് വേണ്ടി എഴുതുന്ന FIRകൾ, വളരെ വിചിത്രമായ FIRകൾ ഉണ്ടാകുന്നു. കുറ്റവാളികളെ നിർബാധം പുറത്തുവിടുന്ന കാഴ്ചകൾ, പ്രത്യേകിച്ച് വാളയാർ കേസിലുൾപ്പെടെ വലിയ കേസുകൾ, വലിയ പ്രമാദമായ പല കേസുകളിൽ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ കേരളത്തിൻ്റെ ക്യാമ്പസുകളിലോ ഇന്ത്യയുടെ ക്യാമ്പസുകളിലോ സവിശേഷമായൊരു സാമൂഹിക സാഹചര്യമില്ല എന്നതാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ഒന്നാമതായിട്ട് മനസ്സിലാക്കുന്നത്. കേരളം എങ്ങനെയാണോ ചിന്തിക്കുന്നത്, കേരളം എങ്ങനെയാണോ ആലോചിക്കുന്നത്, കേരളം എങ്ങനെയാണോ ജീവിക്കുന്നത്, അതിൻ്റെ തനി പകർപ്പ് കൂടിയാണ് കേരളത്തിൻ്റെ ക്യാമ്പസുകളും പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നതാണ്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ സവിശേഷമായി ഇതിന് നിയമങ്ങളുണ്ടോ എന്നതാണ്. അതിൽ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ നിലപാട്, കേരളത്തിൻ്റെ ക്യാമ്പസുകളിലും ഇന്ത്യയുടെ ക്യാമ്പസുകളിലും ഈ ജാതി പീഡനത്തെ മറികടക്കാൻ കഴിഞ്ഞ 10 വർഷമായി രോഹിത് വെമുല ആക്ട് എന്ന് പറയുന്ന ഒരു ഡിമാൻഡിനെ ഞങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. രോഹിത് വെമുല എന്ന് പറയുന്ന ധീരനായ രക്തസാക്ഷി ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് അവിടെ നടന്ന വലിയ പ്രക്ഷോഭങ്ങളുണ്ട്. ആ പ്രക്ഷോഭത്തിൻ്റെ തുടർച്ചയിൽ രോഹിത് വെമുലയുടെ ജീവത്യാഗത്തിൻ്റെ നീതിയായിട്ട് ഈ സമൂഹത്തോട് ഞങ്ങൾ, അന്നത്തെ വിദ്യാർത്ഥി സമൂഹം, രോഹിത്തിൻ്റെ കുടുംബം, രോഹിത്തിൻ്റെ പ്രസ്ഥാനം എല്ലാം ആവശ്യപ്പെട്ടത് രോഹിത് ആക്ട് എന്ന് പറയുന്ന ഈ കേരളത്തിലെ ഇന്ത്യയിലെ നിയമത്തിൽ ഈ രോഹിത് വെമുല ആക്ടിൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്? അതിന് അധികാരവർഗത്തിന് ഒരു പിന്തുണ കൂടി വേണ്ടേ? ഈ തീർച്ചയായിട്ടും അധികാരവർഗം എന്ന് പറയുന്നത്, അന്ന് രോഹിത് വെമുലയെ ജീവത്യാഗം ചെയ്യുമ്പോൾ രോഹിത് വെമുലയുടെ ജീവത്യാഗത്തിൻ്റെ കാരണക്കാരനായ അപ്പാറാവുവിനെ സംരക്ഷിച്ചൊരു ഭരണകൂടം തന്നെയാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത്. പക്ഷെ അതിനെ മറികടക്കാനുള്ളൊരു വഴി എന്ന് പറയുന്നത്, വ്യത്യസ്ത സംസ്ഥാന സർക്കാരുകൾ അവരുടെ അധികാരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്റ്റേറ്റുകൾക്കകത്ത് ഈ രോഹിത് ആക്ടിൻ്റെ നിർമ്മാണത്തിലേക്ക് കിടക്കണം. കർണാടകത്തിൽ ബില്ല് വെച്ചല്ലോ, തെലങ്കാനയിൽ നടപടികൾ ആരംഭിച്ചല്ലോ. കേരളത്തിൽ ഇന്നേ വരെ രോഹിത് ആക്ടിൻ്റെ ഒരു ഡിമാൻഡിലേക്കോ ഒരു നടപടിക്രമങ്ങളിലേക്കോ കടക്കാൻ ഭരണകൂടം തയ്യാറായിട്ടില്ല. ഇന്നിപ്പോൾ ഞാൻ സഖാവ് തോമസ് ഐസക്കിന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. ഇദ്ദേഹത്തിൻ്റെ മരണത്തിനെ അനുസ്മരിച്ചുകൊണ്ട് നീണ്ട കുറിപ്പുണ്ട്. ആ കുറിപ്പിൽ ഒരു പാരഗ്രാഫിൽ തോമസ് ഐസക്ക് പറയുന്നുണ്ട്, രോഹിത് വെമുലയുടെ സമാനമായ സംഭവമാണ് അഞ്ചരക്കണ്ടിയിൽ സംഭവിച്ചത്, ശരിയാണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ്. അതിനുശേഷം അദ്ദേഹം ആവശ്യപ്പെടുന്നത്, അന്ന് മുതൽ ഉയർന്നു വരുന്ന ഒരു ആവശ്യമാണ് രോഹിത് ആക്ട് എന്ന് പറയുന്നത്. കേരളത്തിലും അതിൻ്റെ ആവശ്യമുണ്ട്. 10 വർഷം കഴിഞ്ഞിട്ട് അധികാരത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു മനുഷ്യൻ, ഒരു വിദ്യാർത്ഥി ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറിന് ശേഷം കേരളത്തിൽ രക്തസാക്ഷിയായതിനു ശേഷം ആ രക്തസാക്ഷിത്വത്തിൻ്റെ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് തോന്നുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ ക്യാമ്പസുകളും ഇന്ത്യയുടെ ക്യാമ്പസുകളും വിവിധ അനുഭവങ്ങൾ. നമ്മളിപ്പോൾ രോഹിത് വെമുലയെ പറ്റി മാത്രമാണ് പറയുന്നത്. അതിനുശേഷം ഒരു പായൽ തതിവി ഉണ്ടായി. ഒരു ട്രൈബൽ മുസ്ലിം പെൺകുട്ടി അവരുടെ ജീവിതം അവസാനിപ്പിച്ചു. മഹാരാഷ്ട്രയിലെ MD വിദ്യാർത്ഥിനിയായിരുന്നു. അതിനുശേഷം കേരളത്തിലെ കൊല്ലത്തുകാരിയായ ഫാത്തിമ ലത്തീഫ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മദ്രാസ് IITയിൽ അവരുടെ ജീവിതം അവസാനിപ്പിച്ചു. അവരുടെ കുറിപ്പിൽ അവർ എഴുതി വച്ചിട്ടുണ്ട്, ഞാനൊരു ഇസ്ലാമോഫോബിയയുടെ ഇരയാണ്, മദ്രാസ് IITയിലെ പ്രൊഫസർമാരെന്നെ മതം പറഞ്ഞ് വേട്ടയാടി എന്ന് പറഞ്ഞിട്ട് ഈ കേരളത്തിലെ മലയാളിയായ ഒരു പെൺകുട്ടി മദ്രാസ് IITയിൽ ആത്മഹത്യ ജീവത്യാഗം ചെയ്യുന്നുണ്ട്. നിരവധി സംഭവങ്ങൾ നമുക്ക് എടുത്തു പറയാനുണ്ട്.